നമുക്കൊപ്പം പി ആർ പ്രവീണ ചേരുന്നുണ്ട്. പി ആർ പ്രവീണ ചേരുന്നത് ഇപ്പോൾ സാബുവിൻ്റെ വീട്ടിൽ നിന്നാണ്. സ്റ്റെഫിൻ എബ്രഹാം സാബുവിൻ്റെ വീട്ടിൽ നിന്നാണ്. സ്റ്റെഫിൻ പുതുതായിട്ടൊരു വീട് വയ്ക്കുന്നുണ്ടായിരുന്നു. അടുത്ത മാസമായിരുന്നു ആ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്താൻ നിർദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഗൃഹപ്രവേശനത്തിന് തയ്യാറെടുത്തിരിക്കുന്ന കുടുംബത്തിലേക്കാണ് ഒരു ഇടുത്തി പോലെ തൻ്റെ മകൻ്റെ ജീവനെടുത്ത വാർത്ത എത്തിയത്. പ്രവീണ ചേരുന്നു. ഇപ്പോൾ പണി തീരാത്ത അല്ലെങ്കിൽ പണി തീർന്നുകൊണ്ടിരിക്കുന്ന വീടിന് മുന്നിലാണ് പ്രവീണ ഇപ്പോൾ നിൽക്കുന്നത്. പ്രവീണ, ഇതായിരുന്നു ആ സ്വപ്നമല്ലേ? ആ സ്വപ്നം കാണാൻ സ്റ്റെഫിന് സാധിച്ചില്ല. 20 വർഷത്തിലേറെയായി സ്റ്റെഫിനും കുടുംബവും വാടക വീടുകളിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ താമസിക്കുന്നത് 13 വർഷമായി താമസിക്കുന്നതും വാടക വീട്ടിലാണ്. ഇപ്പോഴത്തെ അതേ വീട്ടിലാണ് നമ്മൾ നേരത്തെ കാണിച്ച വീട്. അവരുടെ കുടുംബത്തിന്റെ സ്റ്റെഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായ ഒരു വീടെന്നുള്ളത്. അങ്ങനെയാണ് പാമ്പാടിയിൽ ഒരു സ്ഥലം വാങ്ങി അവിടെ വീട് വെച്ച് തുടങ്ങിയത്. നോക്കൂ, വീടിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം സ്റ്റെഫിൻ വരുമ്പോഴേക്കും പൂർണ്ണമായ തോതിൽ പണി തീർന്ന് കയറി താമസം ഉൾപ്പെടെ നടത്താനുള്ള തിരക്കിലായിരുന്നു. ഇപ്പോഴും പണി ജോലി എടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. സ്റ്റെഫിന്റെ സ്വപ്നം ആയിരുന്നു ഈ വീട്. ഈ വീട്ടിലേക്ക് വന്ന് കയറാൻ, പുതിയ ഒരു ജീവിതം തുടങ്ങാനുമായിട്ടും കാത്തിരുന്ന സ്റ്റെഫിനെയാണ് തീഗോളം വിഴുങ്ങിയത്. ഇനി ഈ വീട്ടിലേക്ക് എത്തുന്നത് സ്റ്റെഫിന്റെ മൃതദേഹമാണ്. സ്റ്റെഫിൻ ഇനി അന്തി ഉറങ്ങുക ഈ സ്ഥലത്താണ്, ഈ പുരയിടത്തിലാണ്. സ്റ്റെഫിന്റെ ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ച് ഈ കിടക്കുന്ന ഇതുപോലെ ഇനി എങ്ങോട്ട് എന്നുള്ള തീരുമാനത്തിലേക്ക് വീട്ടുകാർക്ക് പോലും എത്താനാകാത്ത സ്ഥിതിയിലേക്ക് ആ വീട്ടുകാരും തകർന്നു പോയിരിക്കുന്നു. സ്വന്തം മകൻ അടുത്ത മാസം വരികയും അവൻ്റെ കല്യാണമടക്കമുള്ള കാര്യങ്ങൾ, ഈ വീടിൻ്റെ പാലുകാച്ചൽ, അങ്ങനെ വിവിധ ആഘോഷ പരിപാടികൾക്കായി കാത്തിരുന്ന അവരുടെ മുന്നിലേക്കാണ് ചേതനയേറ്റ മകൻ്റെ ശരീരം എത്തുന്നത്. അവർക്കിപ്പോഴും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ബന്ധുക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് പണിക്ക് ഇപ്പോഴും ആളുണ്ട്. എല്ലാ ദിവസവും പണിക്കുമൊക്കെ ആളെത്തുന്നുണ്ട്. കാരണം അത്ര വേഗത്തിൽ പണി തീർക്കേണ്ടതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മരണവാർത്ത എത്തുന്നത്. ഇനി എന്തായാലും ശനിയാഴ്ചയോടുകൂടി മൃതദേഹം നാട്ടിലെത്തിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. സ്റ്റെഫിൻ്റെ മറ്റൊരു സഹോദരൻ ഫെബിൻ അതേ കമ്പനിയിൽ തന്നെയാണ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നത്. മറ്റൊരു സഹോദരൻ ഇസ്രായേലിലാണ്. അപ്പോൾ സ്റ്റെഫിന്റെ മൃതദേഹത്തിനൊപ്പം ഫെബിൻ നാട്ടിലേക്ക് എത്തും. ഇസ്രായേലിലുള്ള സ്റ്റെഫിന്റെ വിവാഹവും ഒരുപക്ഷെ അടുത്ത മാസം നിശ്ചയിച്ചിരുന്നതാണല്ലേ? വിവാഹം ആലോചനകളെല്ലാം ഏകദേശം ഉറപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീട് കയറി താമസിക്കുന്നതിനോടൊപ്പം വിവാഹവും നടത്തുക, ഇരട്ട സന്തോഷത്തിനു വേണ്ടി കാത്തിരുന്ന കുടുംബത്തിനാണ് ഇടുത്തി പോലെ ഈ മകന്റെ വാർത്ത എത്തുന്നത്. മൂത്ത മകനാണ് സ്റ്റെഫിന്റെ വിവാഹവും നിശ്ചയിച്ചിരുന്നു. അതും അടുത്ത മാസം. അതിനും കൂടി വേണ്ടിയാണ് അടുത്ത മാസം വീണ്ടും, അതായത് 6 മാസം മുന്നേ വന്ന് പോയ ശേഷം അടുത്ത മാസം വീണ്ടും വരാനിരുന്നത്. രണ്ട് സന്തോഷ കാര്യങ്ങളായിരുന്നു, 2 ആഘോഷങ്ങളായിരുന്നു. കല്യാണവും വീട് കയറി താമസവും. പക്ഷേ ഇതിന് രണ്ടിനും നിൽക്കാതെ സ്റ്റെഫിൻ പോകുമ്പോൾ ആ കുടുംബം ഒന്നടങ്കം ഇനി ഒരു വാക്ക് പോലും ഇണ്ടാനാകാതെ തളർന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശരിയാണ് പി ആർ പ്രവീണ. അത് കൂടുതൽ വേദനിപ്പിക്കുന്നു നമ്മളെയും പ്രേക്ഷകരെയും. പി ആർ പ്രവീണ പങ്കുവെച്ച വിവരങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ ഉള്ളിൽ നിന്നൊരു സങ്കടം വരുന്നുണ്ടാവും പ്രേക്ഷകർക്കും അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ നിരന്തരം കാണുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ 5 വർഷമായി സ്റ്റെഫിൻ വിദേശത്താണ്, കുവൈറ്റിലാണ്. സഹോദരൻ ഫെബിനും കുവൈറ്റിൽ ഇതേ കമ്പനിയിൽ തന്നെയാണ്, NBTC കമ്പനിയിൽ തന്നെയാണ് പണിയെടുക്കുന്നത്. ആ 5 വർഷമായി ഇരുവരും പണിയെടുത്തുണ്ടാക്കിയ സ്വത്തുപയോഗിച്ച് ഒരു സഹോദരൻ ഇസ്രായേലിലുമാണ് ഒരു വീട് വയ്ക്കുന്നു. ആ വീടിൻ്റെ പണി ഇപ്പോഴും നടക്കുകയാണ്. ആ പണി ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല. അവരിന്നും പണിയാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വരുമ്പോഴാണ് ആ വീടിൻ്റെ നാഥനായി മാറേണ്ടിയിരുന്ന സ്റ്റെഫിൻ ഇന്നിപ്പോൾ ജീവനോടെ ഇല്ല എന്ന വാർത്ത അറിയുന്നതും. വലിയ സന്തോഷങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരിലേക്കാണ് വലിയ ഇടുത്തി പോലെ ഇത്തരം ദുരന്ത വാർത്തകൾ എത്തുന്നത് എന്നുള്ളതാണ്.